ഇന്ന് നമ്മൾ കാണിക്കുന്ന ഇപ്പോൾ റിസർവേഷൻ വീഡിയോ ചെറിയ ഷോർട്സ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ റിസർവേഷൻ ചെയ്ത BS3 വണ്ടി കംപ്ലീറ്റ് ആയി, വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെറിയ 1-2 വർക്ക് കൂടെ ഉള്ളൂ. അപ്പോൾ ഡെലിവറി മൺഡേ അല്ലേ, നാളെ കൊടുക്കാനായാലും മൺഡേ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് എത്ര എക്സ്പെൻസ് ആയി, എത്ര ചിലവായി എന്നുള്ളതാണ്. 2014-15 വണ്ടി, കറക്റ്റ് ഇയർ ഏതാണെന്ന് എനിക്കറിയില്ല. BS3 ആണ് വണ്ടി. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ള ഒരു ശോകമായിരുന്ന അവസ്ഥ. വണ്ടിയുടെ കണ്ടീഷനൊക്കെ നല്ല വൃത്തിയില്ലാത്തൊരു കണ്ടീഷനായിരുന്നു വണ്ടി. ഇപ്പോൾ വണ്ടി നോക്കുക, ഇപ്പോൾ പക്ക ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി റണ്ണിങ് ആണ്, സ്റ്റാർട്ടിങ് ആണല്ലോ, ഒക്കെ പക്ക സൈലന്റ് ആണ് വണ്ടി. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം, ഷോർട്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്തേക്കുന്ന ഫ്രണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഡിസ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, സെൽഫ് സ്റ്റാർട്ടൊന്നും ചെയ്തിട്ടില്ല, ഡിസ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ചെയിൻസ് പോക്കറ്റ്, പിന്നെ ക്യാമിന്റെ സെറ്റിങ്സ്, ക്യാമിന്റെ സ്ലീവ് മാറ്റി, ക്യാമിന്റെ വണ്ടി സൈലന്റ് ആക്കി. പിന്നെ അതേമാതിരി വീൽ റിമ്മ്, ഒരു ടൂൾ ബോക്സ് പോയി ടൂൾ ബോക്സ് മാറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചില കോസ്മാറ്റിക് ഐറ്റംസ്, ടാങ്ക്, പിന്നെ വലിയ ടാങ്കാണ് ഇതിന്റെ മുകളിലുള്ളത്. 2014 ശേഷമുള്ള ടാങ്കിനാണ് ഇതിന്റെ മുകളിലുള്ളത്. പിന്നെ എഞ്ചിനൊക്കെ നമ്മൾ ബ്ലാക്ക് അല്ല, എഞ്ചിനൊക്കെ കറക്റ്റ് കമ്പനി എങ്ങനെയാണ് അതന്നെ ബഫ് നിലനിർത്തിയതാണ്. പിന്നെ ഇപ്പം ഡിസ്ക് ബ്രേക്ക് എന്നുള്ള കാര്യത്തിൽ, ഡിസ്ക് ബ്രേക്ക് ഇപ്പം ബ്രേക്കിംഗ് ചില ആളുകൾക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് അല്ല ഫ്രണ്ട് സ്റ്റാൻഡേർഡിന്റെ പഴയ ബ്രേക്കിനെ കുറിച്ച്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ അത് വല്ലാതെ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ശരിക്കും ഫ്രണ്ട് ഡ്രം ബ്രേക്ക് ജാമാവുന്നത്. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് ജാം വരുന്നത്, ചളി മണ്ണ് കയറിയിട്ട് ക്യാമ് ജാമാവുന്ന വിഷയം ഉണ്ടാവുക. അപ്പൊ ഇതിൽ ഡിസ്ക് ബ്രേക്ക് ആക്കുന്നതോട് ആ ഒരു വിഷയം തീർന്നു. അതിന്റെ ഫോർക്ക് ബോട്ടന് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. കമ്പനി അതിന്റെ മുകളിൽ ക്ലാമ്പ് തരുന്നുണ്ട്. ആ ക്ലാമ്പ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് അലൈൻമെന്റ് റെഡിയാക്കി കറക്റ്റ് അതിന് ഡിസ്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന് നമുക്ക് ചെലവായിരിക്കുന്ന പൈസ ടോട്ടൽ കോസ്റ്റ് 55 രൂപയാണ്. 55,000 ആണ് വന്നത്. അപ്പൊ ടാങ്കിന്റെ മോണോഗ്രാം അങ്ങ് പഴയ മോഡലല്ല, ഏറ്റവും J സീരീസ് വരുന്ന ആ ഒരു സ്റ്റാൻഡേർഡിന്റെ മോണോഗ്രാം ആണ്, ബാഡ്ജ് ആണ് വെച്ചേക്കുന്നത്. സൈഡ് ആണെങ്കിൽ 3 ഫീറ്റിന്റെ ആണ് വെച്ചേക്കുന്നത്, സൈഡ് ബോക്സിന്റെ ആണെങ്കിലും. പിന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, ഒരു വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ ആ കാര്യങ്ങളെല്ലാം റണ്ണിങ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ റണ്ണിങ്ങിന് വണ്ടിക്ക് ആവശ്യമുള്ള ആ കാര്യങ്ങളൊക്കെ ഫുള്ള് പുതിയതാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള മുമ്പോട്ട് ഒരു പുതിയ വണ്ടി ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ്. സീറ്റൊക്കെ പുതിയതാണ്, സീറ്റ് അസംബ്ലിയൊക്കെ പുതിയതാണ്. അപ്പൊ റീസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ, നല്ലൊരു പൈസ മുടക്കിയാണ് റീസ്റ്റോറേഷൻ ചെയ്യുന്നത്. അതിന് ഏറ്റവും പ്രധാനം അതിന്റെ പെയിന്റിംഗ് ആണ് കേട്ടോ. ഈ ഒരു പെയിന്റിംഗ് കാര്യം ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ 6 മാസം, 1 വർഷം, 2 വർഷം നിലനിൽക്കുന്ന പെയിന്റ് ആണെങ്കിൽ യാതൊരു കാര്യം ഉണ്ടാവില്ല. ഇത്രയും പൈസ നമ്മൾ മുടക്കുന്നത് ഒരു പുതിയ വണ്ടി എടുക്കാൻ മടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയ വണ്ടിക്ക് ഇത്ര ഇൻവെസ്റ്റ്മെന്റ് വേണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വണ്ടിയുള്ള അതിയായ സ്നേഹം കൊണ്ടും പഴയ വണ്ടിയുള്ള അതിയായ സ്നേഹം കൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വണ്ടി ഇത്രയും ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ചെയ്യുന്നത് പെയിന്റിങ്ങിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ മെക്കാനിക്കൽ വർക്കിന് വേണ്ടി ഒരിക്കലും വണ്ടി ഡിസ്മാൻഡിൽ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് പെയിന്റിങ് വളരെ പക്കാവുന്ന സ്ഥലങ്ങൾ മാത്രം കൊടുത്ത് പെയിന്റിങ് ചെയ്യുക. അതേമാതിരി കട്ടിംഗ് പോളിഷ് ഒന്നും ചെയ്യാതെ പെയിന്റ് ചെയ്ത് കട്ടിംഗ് പോളിഷ് ചെയ്തിട്ട് വണ്ടിന്റെ ശരിക്കുള്ള ക്ലിയറിന്റെ ഗ്ലോസ്നെസ് നഷ്ടപ്പെടുത്താതിരിക്കുക. പേപ്പർ ഇട്ടിട്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മങ്ങി ആ പോളിഷ് പോകുന്നത് ശരിക്കും അതിന്റെ കറക്റ്റ് ആ ഗ്ലോസ് നഷ്ടപ്പെടും, ചെറിയൊരു മങ്ങിയ രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന പെയിന്റിങ് ഒരിക്കലും കട്ടിംഗ് പോളിഷ്, വാക്സ് കോട്ടിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് വേറൊരു കാര്യങ്ങൾ ചെയ്യാതെ കറക്റ്റ് ജെന്യൂൻ ക്ലിയർ കോട്ട് എങ്ങനെയാണ് ആ ക്ലിയർ കോട്ടിന്റെ ഫിനിഷിംഗ് നടത്തുക. അത് അത്രയും കണ്ടീഷനാക്കി നമ്മൾ പെയിന്റ് ചെയ്യുന്നത്. നിങ്ങൾ റിസ്റ്റോറേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം തന്നെയാണ് പെയിന്റിങ് പക്ക ആക്കുക എന്നുള്ളതാണ്. 1000, 2000, 5000 ലാഭിക്കരുത്. ഏറ്റവും കൂടുതൽ ഈ പൈസ ഒക്കെ നമ്മൾ മുടക്കുന്ന ഈ വണ്ടി വൃത്തിയാക്കുക എന്നുള്ളതുകൊണ്ടാണ്, വൃത്തിയാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ആ വണ്ടിന്റെ വൃത്തിക്ക് ഏറ്റവും പ്രധാനമാണ് റിസ്റ്റോറേഷൻ. പക്ക വണ്ടി, പുതിയ വണ്ടിമാർ തോന്നുന്നുണ്ടെങ്കിൽ ചേസിസ് മുതൽ ആ ചേസിന്റെ പെയിന്റിങ് വരെ ക്ലിയർ ആവണം. അല്ല വെറുതെ ബോഡി മാത്രം പെയിന്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ റീസ്റ്റോറേഷൻ നമ്മളിപ്പോ അടുത്ത് ചെയ്യാൻ പോകുന്നത് CI എഞ്ചിനാണ്. അടുത്തപ്പോൾ റീസ്റ്റോറേഷൻ നടന്നുകൊണ്ട് നിൽക്കുന്നത് CI എഞ്ചിന്റെ ആണ്. സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത്. ഹെഡ് സിലിണ്ടർ ഒന്നും പെയിന്റ് ചെയ്തിട്ടില്ല, അത് ചെയ്യണം. അപ്പോൾ ചേസിസ് ചെയ്തിട്ട് നമ്മൾ വണ്ടി സെറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പം ഈ CI എഞ്ചിൻ ആണെങ്കിൽ CI എഞ്ചിൻ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. CI എഞ്ചിൻ പിന്നെ ഇതേമാതിരി പെയിന്റിങ് പക്ക പൊളിച്ച് മെറ്റലാക്കിയതിന് ശേഷം മാത്രം, കാരണം പഴയ ടാങ്കൊക്കെ, ഫ്യൂൽ ടാങ്കൊക്കെയാണ് ശരിക്കും ചെറിയ ലീക്കൊക്കെ വന്നാൽ പെയിന്റൊക്കെ വളരെ പിന്നെ എയർ വന്നിട്ട് നമുക്ക് പൈസ ലോസ് ആകാൻ വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ റീസ്റ്റോറേഷന് വരുന്ന വണ്ടി ഒന്ന് UC സ്റ്റാൻഡേർഡും അതേമാതിരി തന്നെ CI എഞ്ചിൻ വണ്ടികളുമാണ്. പിന്നെ വണ്ടികൾ അവിടെ കുറെ വണ്ടികളുണ്ട് റിസർവേഷൻ ചെയ്യാനുള്ള. പുതിയ വണ്ടി J സീരീസ് വണ്ടികൾ റിസർവേഷൻ ചെയ്യാനുണ്ട്. 2020 വണ്ടികളൊക്കെ കളർ മാറ്റാനൊക്കെ വന്ന വണ്ടികളൊക്കെ ഉണ്ട്. സ്റ്റാൻഡേർഡ് വണ്ടിയൊക്കെ UC സ്റ്റാൻഡേർഡ് വണ്ടികൾ തന്നെയാണ്. UC സ്റ്റാൻഡേർഡാണ് കൂടുതൽ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ റീസ്റ്റോർ ചെയ്യുന്നത്
അപ്പോൾ ഇതൊക്കെയാണ് ബഫിംഗ് പാർട്സുകളാണ്. 8 ബോൾട്ട് ബഫ് ചെയ്ത് വെച്ച പാർട്സുകൾ, ബഫിങ് പ്ലേറ്റിംഗ് ചെയ്ത പാർട്സുകളാണിത്. അപ്പോൾ ഈ വണ്ടിയുടെ കളറ് നോക്കുക, കളർ ഇഷ്ടപ്പെട്ടൊന്ന് കമന്റ് ചെയ്യാട്ടോ. അത് പുതിയ കളർ ചെയ്തതാണ്. ഡിസ്പ്ലേക്ക് ചെയ്ത് ഡിസ്ക് ഹബ്ബ് എല്ലാം പുതിയതായിട്ട് സെറ്റാണ്. 10 സംതിങ് ആണ് ശരിക്കും ഡിസ്കിന് അസംബ്ലിക്ക് ഇപ്പോൾ സെറ്റായിട്ട് വരുന്നത്. എഞ്ചിനൊക്കെ ബഫിങ് കഴിഞ്ഞിട്ട് ശരിക്കും ഓയിലി ആണ് കറക്റ്റ് ഫിനിഷ് ആയിട്ടുള്ള, തുടച്ച് വൃത്തിയാക്കിയാൽ ശരിക്കും കളർ കിട്ടുള്ളൂ. അപ്പോൾ സി എൻ ജി നമ്മൾ തിരക്കിട്ട് ചെയ്യാറില്ല. സി എൻ ജിന് എപ്പോഴും നമ്മൾ ശരിക്കും കെയറിങ് കൊടുത്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തെടുക്കേണ്ട വണ്ടിയാണ് പഴയമുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ. കറക്റ്റ് കുറച്ചൊരു ടൈം എടുത്ത് ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ബന്ധപ്പെടുകയാണ്, പിന്നെ നമ്മൾ ഈ റിസ്റ്റോറേഷനിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്കൊരു സമയം തരണം. പെട്ടെന്ന് തിരക്കിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടന്നുള്ള നല്ല തിരക്കാണ് നമുക്ക്. അപ്പോൾ സി എൻ ജിയിലൊക്കെ വർക്ക് എടുക്കുന്ന ഏത് വണ്ടിയാണെങ്കിൽ കുറച്ച് സമയം കണ്ടിട്ടെങ്കിൽ റിസ്റ്റോറേഷൻ നമ്മൾ ബന്ധപ്പെടാവും. അപ്പൊ ചേസിന്റെ കാര്യങ്ങളിൽ വരെ, പെയിന്റിങ്ങിന്റെ കാര്യത്തിൽ ചേസിന്റെ കാര്യങ്ങളിൽ വരെ വളരെ വൃത്തിയായിട്ട് ചെയ്യണം. അതല്ലെങ്കിൽ തുരുമ്പ് പിന്നെ പെട്ടെന്ന് പ്രൈമറൊന്നും അടിക്കാതെ ജസ്റ്റ് പിന്നെ പെയിന്റ് ഒക്കെ പൊളിക്കാതെ അതിന്റെ മുകളിലൊക്കെ പെയിന്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊന്നും കുറച്ച് കഴിഞ്ഞാൽ മങ്ങിപ്പോവുക, അതല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുക, ഒരുപാട് പ്രശ്നങ്ങൾ ചേസിനെ കണ്ടുവരുന്നുണ്ട്. അപ്പം ചില വണ്ടികൾ നമുക്ക് എന്താ സംഭവിക്കുന്ന വെച്ചാൽ പെയിന്റ് ചെയ്ത വണ്ടി തന്നെ രണ്ടാമത് പെയിന്റ് ചെയ്യേണ്ട ആവശ്യം, അതായത് ഒരു വർഷത്തിന് ഉള്ളിൽ തന്നെ ഉണ്ടാവും. റീസ്റ്റോറേഷന് വേണ്ടി ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. അവരൊക്കെ ചെയ്തിട്ടുള്ള ഇതേമാതിരി മണ്ടത്തരം ചെയ്തതാണ്. കുറച്ച് പൈസ ലാഭിച്ചിട്ട് റീസ്റ്റോർ ചെയ്ത വണ്ടികളായിരിക്കാം. പക്ഷെ അതുകൊണ്ട് അവർക്ക് പോകുന്നത് എന്താന്ന് വെച്ചാൽ ആ പൈസ എത്രയാണോ 10 20 30 ചെയ്തെങ്കിലും ആ ചെയ്ത പൈസ അവർക്ക് വേസ്റ്റ് ആണ്. പിന്നെ രണ്ടാമത് എത്ര തന്നെ പൈസ മുടക്കി അതിനേക്കാളും കൂടുതൽ പൈസ മുടക്കിയാൽ നമുക്ക് റെഡി ആവുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളെ ഇന്ന് ഈ വണ്ടി കാണിക്കായിരുന്നതിന് മെയിനായിട്ടും ഉദ്ദേശം റിസ്റ്റോർ ചെയ്ത വണ്ടി ലാസ്റ്റ് ഇപ്പൊ ചെയ്യുന്നത് ഈ ഒരു വണ്ടി UC സ്റ്റാൻഡേർഡ്. അപ്പം റിസ്റ്റോറേഷന് ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക. അല്ലെങ്കിൽ എവിടെ ചെയ്യാണെങ്കിൽ പെയിന്റിങ്ങിന്റെ കാര്യത്തിൽ വളരെയധികം പക്കായിട്ട് ചെയ്യുന്നു. അതിലൊരു 5 രൂപ വരെ ലാഭിക്കാതെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് റിസ്റ്റോറേഷൻ പെയിന്റിങ്ങിനാണ്. അതിൽ യാതൊരു എക്സ്ക്യൂസും ചെയ്യാതെ വെക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വർക്കും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എഞ്ചിൻ വർക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ അയച്ചു വെക്കുക, അത്ര ചിലവേ വരുള്ളൂ. അത്രയും ആ ചിലവല്ല നമുക്ക് റിസ്റ്റോറേഷൻ പെയിന്റിങ്ങിന് വരിക. അപ്പൊ സ്പോക്സ് ആണെങ്കിൽ വീലിന്റെ സ്പോക്സ് ആണെങ്കിൽ പുതിയ വാങ്ങിച്ചത് ഒരിക്കലും ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് ഒന്നും തന്നെ വീലിന്റെ സ്പോക്സ് വരെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് പിന്നെ കമ്പനി ഒറിജിനൽ അല്ലാത്ത പാർട്സ് വാങ്ങിയിട്ടിടുന്ന ആളുകളുണ്ട്. സ്പോക്സ്, ഹബ്ബ്, വീൽ റിം ഒരിക്കലും പ്ലേറ്റ് ചെയ്യരുത്. റീപ്ലേറ്റ് ചെയ്യരുത്. വീൽ റിം ഒക്കെ പുതിയ മാറ്റി മാത്രമേ ചെയ്യാവൂ കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.